ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇന്ന് അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ഒരു സാമ്പാർ പൗഡറാണ്. അമ്മയുടെ കുറേ ആൾക്കാർ അമ്മയോട് ചോദിച്ച ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. കാരണം എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. അമ്മ പറഞ്ഞു തന്ന അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. അത് കഴിഞ്ഞതിന് ശേഷം ആ സാമ്പാർ പൊടി വെച്ചിട്ട് ഒരു സിമ്പിൾ ഒരു സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പറയാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കടലപ്പരിപ്പ് 1/3 ആണ് അളവെടുത്തിട്ടുള്ളത്. പിന്നെ ഉഴുന്നുപരിപ്പ് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്. പിന്നെ തരക്കലരി, ഉണക്കലരി, അതും ഇല്ലെങ്കിൽ കുത്തരി ആയാലും മതി, അത് 1/4 കപ്പ്. അടുത്തത് ഉലുവയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ. പിന്നെയുള്ളത് ജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ്. പിന്നെ കായപ്പൊടിയാണ് 2 ടീസ്പൂൺ കായ പൗഡർ. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് നല്ലോണം വേണം. 10-15 തണ്ടോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. 20 വറ്റൽമുളകാണ്, അതിൽ 5 എണ്ണം കാശ്മീരി മുളക്, ബാക്കി 15ഓളം എരിവുള്ള മുളകാണ്. കാശ്മീരി മുളക് കളറിനും മറ്റേത് എരിവിനും വേണ്ടിയിട്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഒരു 500 ഗ്രാമോളം സാമ്പാർ പൗഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കാരണം ഈ ഒരു എണ്ണ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അത് കായം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കായമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പാത്രം ചൂടാകുമ്പോഴേക്കും നമുക്ക് ആ കായം ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രം ചൂടായതിന് ശേഷം ഫ്ലെയിം വളരെ ലോയിലാക്കി വെക്കണം, അല്ലെങ്കിൽ കായം നമുക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഈ 1 കപ്പ് ഹോൾ മല്ലി അതൊന്ന് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി അത് ഒരു പാകമാവുന്നത് വരെ, ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മല്ലി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് പാകത്തിന്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 1/3 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതും ഒന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. കടലപ്പരിപ്പും പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതും പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് തരക്കലരി എന്ന് പറയും നമ്മളെ നാട്ടിൽ, അല്ലെങ്കിൽ കുത്തരി, ആ ഒരു ബ്രോക്കൺ റൈസിൽ, അല്ലെങ്കിൽ നമ്മൾ പായസത്തിനൊക്കെ വെക്കുന്ന ആ ഒരു റൈസ്, അതാണിത്. ഇതൊന്ന് കുറച്ചൊരു മുരിയുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് സെയിം പാത്രത്തിലേക്കാണ് ഇടുന്നത്. അവിടെ നിന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ ഉഴുന്ന് പരിപ്പാണ്. 1/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തത്. അതും ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് പാകമാകുമ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഉലുവ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്കറിയാലോ, ഉലുവ പാകാന്നൊരു പൊട്ടുന്നൊരു സൗണ്ട് വരുന്നത്. അതും ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മാറ്റിയിടാം. അടുത്തത് ചെറിയ ജീരകമാണ്. അതൊരു 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ വറ്റൽമുളകാണ്. 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം കാശ്മീരിയും ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളത് എരിവുള്ള മുളകുമാണ്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഈ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫസ്റ്റിൽ റോസ്റ്റ് ചെയ്ത് വെച്ച ആ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. കല്ലുപ്പില്ലാത്തവർ മറ്റ് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉപ്പും ചേർത്താൽ മതി. ഇനി അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കാരണം പാന് നല്ല ചൂടുള്ളതാണ്, അപ്പോൾ ഓവർ റോസ്റ്റായി പോകും.
എന്നിട്ട് അത് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. എൻ്റെ ഈ പാത്രം ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് സാമ്പാർ പൊടിയുടെ. കാരണം ഒട്ടും മായമില്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ പൊടിയാണ്. ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മൊത്തം മാറിയതിന് ശേഷം, നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു എയർ ടൈറ്റായ പാത്രത്തിൽ ഇട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. ഇനി ഇത് ചേർത്തിട്ട് ഒരു സാമ്പാർ, കാരണം തേങ്ങയൊന്നും വറുത്തരക്കാതെ ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ആ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം വേവുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, ഉള്ളി, ചേന, മുരിങ്ങക്കായ, കുമ്പളങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ള കഷ്ണങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു വറ്റൽമുളക് നടുകെ ഒന്ന് കീറിയത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് പച്ചക്കറിയൊക്കെ നഗക്ക് ഒന്ന് വെള്ളം ചേർക്കാം നമുക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയിൽ അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കൊടുക്കാം. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്കർ ക്രമപ്പെടുത്തുക. എൻ്റെ ഒറ്റയൊരു വിസിൽ മതി. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് അല്പം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് അതിലേക്ക് വഴുതിനിങ്ങ മുറിച്ചത് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് അടുത്തതായിട്ട് വെണ്ടക്ക ചേർക്കാം. ഞാനത് വേവിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ഒരു 1-1.5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനെടുത്ത് പിഴിഞ്ഞിട്ട് ചേർത്തത്. ഇനി അതിലേക്ക് നമ്മുടെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും കൂടി മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഒന്നിത് നമുക്ക് അടച്ച് വെച്ച് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വെച്ച സാമ്പാർ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ആവശ്യത്തിനുള്ള പുളി ഫസ്റ്റിലിട്ടപ്പോൾ തന്നെ ഉണ്ട്. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചിട്ട് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മുടെ സാമ്പാർ നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം. കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അധികം മൂത്ത് പോകാതെ നമ്മുടെ ഉണ്ടാക്കി വെച്ച സാമ്പാറിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി, അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സാമ്പാർ ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ സാമ്പാർ പൊടിയും ഇതുപോലെ സാമ്പാറും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.